നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാൽ മതി. അടിപൊളി. താങ്ക് യു സോ മച്ച്. റിയാദിന് ശേഷം റാസൽ ഖേമയിലാണ് മെൻഹെയറിന് വേദിയൊരുങ്ങിയത്. റാസൽ ഖേമ ഇന്ത്യൻ അസോസിയേഷനും റാസൽ ഖേമയിലെ പ്രമുഖ മെഡിക്കൽ സെൻ്ററായ പ്ലാറ്റിനവും ചേർന്നാണ് മെൻഹെയറിന് വേദിയൊരുക്കിയത്. ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റും ഇന്ത്യൻ സ്കൂളിലെ ചെയർമാനുമായിട്ടുള്ള നമ്മുടെ സ്വന്തം നാട്ടുകാരൻ കൂടിയായിട്ടുള്ള SA സലീമിക്കായിരുന്നു നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ, നമ്മുടെ ജനനവും ഒരുപോലെ, നമ്മുടെ മരണവും ഒരുപോലെ. UAE വിവിധ എമിറേറ്റുകളിൽ നിന്നായി 150ഓളം പേരാണ് നമ്മുടെ പരിപാടിക്ക് എത്തിയത്. ആദ്യ അവസാനം പരിപാടിയിൽ എല്ലാവരും തന്നെ വളരെ ഭംഗിയായി പങ്കെടുത്തു. പല ആളുകളും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് മെൻഹെയർ അനുഭവവേദ്യമാക്കി. Don't put a full stop, rather you put a comma. Don't put a full stop, but you put a comma. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും പേരന്റിങ്ങും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനവും അതൊക്കെയായിരുന്നു നമ്മുടെ വിഷയങ്ങൾ. പലരുടെയും അനുഭവങ്ങൾ നമ്മൾ വീഡിയോയിലൂടെയും അനുഭവ കഥകളിലൂടെയും അവർക്ക് വിവരിച്ചു കൊടുത്തു. അതെല്ലാം കേട്ടും അറിഞ്ഞും അനുഭവിച്ചും അവർ മെൻഹെയറിനെ സ്വന്തമാക്കി. ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് മാത്രമുള്ള കാര്യമല്ല. ഭർത്താവ് വരുന്നു, പെട്ടെന്നൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ലാത്ത ഭർത്താക്കന്മാർ ഇവിടെ തന്നെ ഇല്ലേ? നമ്മൾ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ടല്ലേ? ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു ഇവിടെ, ഒരു ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ടു, പെട്ടെന്ന് അവൾ ഗർഭിണിയാവുന്നു. ആക്സിഡന്റൽ പ്രഗ്നൻസി എന്നതിന് പറയാം. നമ്മൾ നനച്ചിരിക്കാതെ ഒരു ഭാര്യ പ്രസവിക്കാനായിട്ട് റെഡിയാവുന്നു. ഇവന് ചികിത്സിക്കാൻ മാർഗങ്ങളില്ല. ഇൻഷുറൻസ്. തീർച്ചയായും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട്. ഒരു ദിർഹം പോലും വാങ്ങാതെയാണ് ഈ പരിപാടിക്ക് ഞാൻ എത്തിയത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക്, ഒരുപാട് പേരുടെ കുടുംബത്തിലേക്ക് സന്തോഷവും സമാധാനവും നമ്മുടെ വാക്കുകളിലൂടെ എത്തിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ സമാശ്വാസവും സന്തോഷവുമാണ് എനിക്കുള്ളത്. അതുതന്നെയാണ് ഈ പരിപാടി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. നിങ്ങൾക്കും ഇതുപോലെ എൻ്റെ പരിപാടി സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കാം കേട്ടോ. ഞാൻ വരാം. ഐപ്പു വള്ളിക്കാടൻ, നമസ്കാരം.